അങ്ങനെ മഴ കാരണം നമ്മുടെ ലണ്ടൻ ടു ന്യൂയോർക്ക് ഫ്ലൈറ്റ് ഏകദേശം ഒരു 3, 3:30 മണിക്കൂർ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയില്ല. അത്രയും സമയം ഞങ്ങൾ ഫ്ലൈറ്റിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വന്നു. ഇനി ഓൾമോസ്റ്റ് ഒരു 8 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് ന്യൂയോർക്ക് എത്താനായിട്ട്. അതുകൂടാതെ നമ്മുടെ ലണ്ടൻ ടു ന്യൂയോർക്ക് ഫ്ലൈറ്റിലെ ക്രൂ എന്തോ നമുക്കത്ര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയതുമില്ല. എൻ്റെ സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു 3 തവണ പറഞ്ഞതിന് ശേഷമാണ് ഒന്ന് റീസെറ്റ് ചെയ്ത് തന്നത്. ഹലോ ഗൈസ്, ദിസ് ഈസ് പാർട്ട് 3 ഓഫ് അവർ 30 ഡേയ്സ് യുഎസ് ട്രിപ്പ്. അടുത്ത പാർട്ട് മുതൽ നമ്മൾ യുഎസ് എത്തിയതിന് ശേഷമുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ ദേ ന്യൂയോർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷനിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അധികം ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവിടെയും ഞങ്ങൾ വീൽ ചെയർ അസിസ്റ്റൻസ് എടുത്തിരുന്നു കേട്ടോ. അതും ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. അവർ ഈവൻ ഞങ്ങളുടെ ലഗേജ് ഇറക്കാൻ വരെ ഹെൽപ്പ് ചെയ്തു. മാത്രമല്ല നമ്മുടെ ഒരു പെട്ടിയുടെ വീല് തിരിച്ച് കിട്ടിയപ്പോൾ പോയിട്ടുണ്ട്. അത് വീൽ ചെയറിൻ്റെ താഴെയുള്ള ഗ്യാപ്പിൽ കയറ്റി വെക്കാനും പറ്റി. ആക്ച്വലി നമുക്ക് കാർട്ട് യൂസ് ചെയ്യാം കേട്ടോ. ബട്ട് അറൗണ്ട് ഒരു $6 മറ്റോ കൊടുക്കണം. ഞങ്ങൾ കാർട്ട് യൂസ് ചെയ്യാൻ ഇരുന്നതാണ്. ബട്ട് ദെർ വാസ് സംതിങ് റോങ് വിത്ത് അവർ കാർട്ട്. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ടാപ്പിംഗ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ആ സമയത്ത് നമ്മൾ ഓർത്തതുമില്ല. ആൻഡ് ദെൻ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ചേച്ചിയും ചേട്ടനും ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് ഫ്ലവേഴ്സ് ആൻഡ് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് കാർ അവിടെ അധികം നേരം നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് കയറി പോരേണ്ടി വന്നു. ഇനി ഇവിടെ നിന്ന് ഒരു 7 അവേഴ്സ് ഡ്രൈവ് ഉണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക്, വിച്ച് ഈസ് ബഫല്ലോ. വഴിയിലൊന്ന് ഫ്രഷ് ആവാൻ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കയറി. പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് മുഴുവനായിട്ടും നമുക്ക് ഈ ഒരു സിഗ്നൽ കാണാൻ പറ്റും കേട്ടോ. മാനുകളൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ബഫല്ലോ എത്തിയപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. ഇതാണ് നമ്മുടെ സ്ഥലം. ശരിക്കും ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു സ്ഥലം. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഫ്രഷ് ആയതിനു ശേഷം അടുത്ത വീഡിയോ തൊട്ട് ഇവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാനും കേൾക്കാനും ആഗ്രഹമുള്ളവർ പേജ് ഫോളോ ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ എന്നാൽ ഓക്കെ ഗൈസ്, പോയിട്ട് പെട്ടെന്ന് വരാം. സീ യു.